ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ സയൻസിൽ നിന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ഒരു പ്ലേറ്റ് വേണം, അതുപോലെ തന്നെ ഒരു കാൻഡിൽ വേണം, പിന്നെ ഒരു മാച്ച് ബോക്സ്, അതേപോലെ തന്നെ ഉജാല വാട്ടർ വേണം, അതേപോലെ ഒരു സൈഡ് ഓപ്പണും ഒരു സൈഡ് ക്ലോസ്ഡും ആയിട്ടുള്ള ഒരു ബോട്ടിൽ വേണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിന് ആവശ്യമായിട്ട് വേണ്ടത്. ഓക്കെ, അപ്പം നമുക്കിത് എങ്ങനെയാണ് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യണമെന്നുള്ളത് നമുക്കിപ്പോൾ കാണാം. സോ നമുക്ക് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ആവശ്യം നമുക്കൊരു പ്ലേറ്റ് ആവശ്യമുണ്ട്, അതേപോലെ തന്നെ ഒരു കാൻഡിൽ ആവശ്യമുണ്ട്, ദെൻ കാൻഡിൽ കത്തിക്കാനായിട്ട് മാച്ച് സ്റ്റിക്ക്, അതേപോലെ ഞാൻ വാട്ടർ എടുത്തിട്ടുണ്ട്. ഈ വാട്ടറിനകത്തേക്ക് 2-3 ഡ്രോപ്സ് ഉജാല ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാട്ടർ എടുത്തിട്ടുണ്ട്. ദെൻ നമുക്കൊരു കുപ്പി, അതിൻ്റെ താഴത്തെ ഭാഗം ഹോളോ ആണ്. ദെൻ ഇത് നമുക്ക് കാൻഡിലിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് ഓപ്പണും മറ്റേ സൈഡ് ക്ലോസ്ഡും ആയിട്ടുള്ള ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ കാൻഡിൽ കത്തിച്ച് ഈ ഒരു പ്ലേറ്റിൽ ഒരു ഭാഗം ഫിക്സ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കാൻഡിലിനെ ഈ പ്ലേറ്റിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട കാര്യം നമ്മളിതാ ഈ ഉജാല വെള്ളം എടുക്കുക, അത് ഈ പ്ലേറ്റിലേക്ക് ആഡ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ്, കാൻഡിൽ നന്നായിട്ട് കത്തുന്നുണ്ട് അല്ലേ. ഇനി നമ്മൾ ഈ കാൻഡിലിനെ നമ്മൾ പറഞ്ഞു നമ്മളൊരു ബോട്ടിൽ എടുക്കുന്നുണ്ട്, അതിൻ്റെ ഒരു സൈഡ് ഓപ്പണും മറ്റേ സൈഡ് എന്താണ് ക്ലോസ്ഡും ആണ്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അടയ്ക്കാനായിട്ട് പോവാണ് കാൻഡിലിനെ. ഓക്കെ, നിങ്ങളുടെ ഒബ്സർവേഷൻ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. അതേപോലെ നമ്മളുടെ ഈ വാട്ടറിൻ്റെ ലെവല് ഈ പറയണ ഈ ബോട്ടിലിനകത്ത് എങ്ങനെയാണെന്നുള്ളതും നോട്ട് ചെയ്യണം. ഒബ്സർവേഷൻ എന്താണ്, നമ്മുടെ കാൻഡിൽ, അതായത് നമ്മൾ എപ്പോഴാണോ ഈ പറഞ്ഞ ഇൻവേർട്ടഡ് ബോട്ടിൽ വെച്ചിട്ട് ഈ കാൻഡിലിനെ ക്ലോസ് ചെയ്യുന്നത്, അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ കാൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, കെടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ ഈ വാട്ടർ ലെവൽ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നതായിട്ട്, ഇതിനകത്തെ വാട്ടർ റൈസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഈ എക്സ്പെരിമെൻറ്റിൽ നിങ്ങൾക്ക് എന്താണ് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റിയത്, അതായത് നമ്മൾ ആ ഇൻവേർട്ടഡ് ബോട്ടിൽ വെച്ചിട്ട് ആ ഒരു കാൻഡിലിനെ അടയ്ക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, കുറച്ച് നേരത്തിനുള്ളിൽ ആ കാൻഡിൽ കെട്ടുപോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റി. അതെന്താ കാരണം, ആ കാൻഡിൽ അവിടെ കെട്ടുപോകാനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു കാൻഡിലിനെ നമ്മൾ തുറന്ന് വെച്ചിരിക്കുന്ന സമയത്ത് ആ കാൻഡിലിന് എന്തുണ്ടായിരുന്നു, ഓക്സിജൻ്റെ സപ്ലൈ കിട്ടിയിരുന്നു. അപ്പോൾ ഓക്സിജൻ എന്ന് പറയുന്ന എലമെൻറ്റ് കത്താനായിട്ട്, അല്ലെങ്കിൽ ഓക്സിജൻ എന്ന് പറയുന്ന ഗ്യാസ് കത്താനായിട്ട് ആവശ്യം, അല്ലെങ്കിൽ കത്താനായിട്ട് സഹായിക്കുന്ന ഒരു ഗ്യാസാണ് ഓക്സിജൻ ഗ്യാസ്. അപ്പോൾ നമ്മൾ ആ കാൻഡിൽ കത്തിച്ച് തുറന്ന് വെച്ചിരുന്ന സമയത്ത് ആ കാൻഡിലിന് എന്ത് കിട്ടിയിരുന്നു, ഓക്സിജൻ കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് അത് എന്ത് ചെയ്തത്, കണ്ടിന്യൂസ് ആയിട്ട് ബേൺ ചെയ്തുകൊണ്ടിരുന്നത്. അതേസമയം നമ്മളൊരു ഇൻവേർട്ടഡ് ബോട്ടിൽ വെച്ചിട്ട് അതിനെ കവർ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, കുറച്ച് നേരം കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഓക്സിജൻ്റെ എമൗണ്ട് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. ലാസ്റ്റ് ഓക്സിജൻ കംപ്ലീറ്റ് ആയിട്ടും തീരും. ആ സമയത്താണ് നമ്മുടെ കാൻഡിൽ എന്ത് ചെയ്യുന്നത്, കെട്ടുപോകുന്നത്. ഇനി എന്തുകൊണ്ടാണ് നമ്മളുടെ ആ ഒരു കാൻഡിലിനകത്ത് നമ്മൾ ആ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ്, ആ ബോട്ടിൽ കവർ ചെയ്ത് വെച്ചിരിക്കുന്ന ബോട്ടിലിനകത്തേക്ക് എന്ത് ചെയ്തു, ആ ഉജാല വാട്ടർ റൈസ്, ആ ലെവൽ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റി. അതിന് കാരണം എന്താണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ ഇഫക്റ്റ് കാരണം കൊണ്ടാണ് ആ കവേർഡ് ബോട്ടിലിനകത്തേക്ക് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ വാട്ടർ ലെവൽ അല്ലെങ്കിൽ ഉജാല വാട്ടറിൻ്റെ ആ ഒരു ലെവൽ എന്ത് ചെയ്യുന്നത്, അതിനകത്ത് റൈസ് ചെയ്യുന്നത് ഈ പറഞ്ഞ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ ഇഫക്റ്റ് കാരണം കൊണ്ടാണ്. സോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ ഓക്സിജൻ്റെ എമൗണ്ട് ബേണിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ ആ ഓക്സിജൻ്റെ ലെവല് മാറുന്നതിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഓക്സിജൻ്റെ ആ ഒരു എമൗണ്ട് മാറുന്നതിനനുസരിച്ചിട്ട് എങ്ങനെയാണ് ഈ പറയുന്ന ബോട്ടിലിനകത്ത് വാട്ടറിൻ്റെ ആ ഒരു റൈസ് ഉണ്ടായത്. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്തത്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.